ഹായ്, ഇന്ന് ചിണ്ടുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ രണ്ടാളും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണ് അല്ലേ? കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ചിണ്ടുവിനെ വാങ്ങിയ കഥ പറയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിണ്ടുവിനെ വാങ്ങുന്നത് എൻ്റെ കയ്യിലൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. ആ പൂച്ചക്കുട്ടി ചത്തുപോയ ഒരു വിഷമത്തിലാണ് ഞാൻ ചിണ്ടുവിനെ അല്ല, ഞാൻ പേർഷ്യൻ കാറ്റിനെ വാങ്ങാനാണ് പോയിട്ടുണ്ടായിരുന്നത്. വേണ്ടി പോകുമ്പോണ്ട് ഒരാൾ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കൂട്ടുന്ന സൗണ്ട് ഉണ്ടാക്കുന്നില്ലേ? ഞാൻ തന്നെ, ഞാൻ ഉണ്ടാക്കി. എനിക്ക് കണ്ടപ്പോ തന്നെ നിങ്ങൾ ഇഷ്ടമായി പോയി സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് കൂട് തുറന്നിട്ട് ഞാൻ കയ്യിലേക്ക് ഇടുന്നു. ഭയങ്കര കുഞ്ഞതായിരുന്നു. ഓ, ഇപ്പൊ കുറെ വലുതായ പോലെ. ഞാൻ ഇപ്പോഴും കുഞ്ഞതാ. അപ്പൊ തന്നെ ഞാൻ ഉറപ്പിച്ചു, ഇതെന്റേതായി. പക്ഷെ ഗേറ്റിനെ വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞു. കള്ളത്താടി ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ കള്ളത്താടി പറഞ്ഞാൽ ഓക്കെ, നീ ഇത് മതിയെങ്കിൽ നീ വാങ്ങിക്കോ. അതെ, അല്ലെങ്കിലും കള്ളത്താടി നല്ലതേ ചെയ്യൂ. എന്നെ വാങ്ങി തന്നെയല്ലേ നിനക്ക്? പിന്നെ ചിന്തുവിനെ വാങ്ങി. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലല്ല, എൻ്റെ വീട്ടിൽ ഓൾറെഡി ഡോഗ്സിനൊന്നും ഇഷ്ടമല്ല. അതെന്താ നിന്റെ വീട്ടുകാർക്ക് ഡോഗ്സിനെ ഇഷ്ടപ്പെട്ട? അമ്മയ്ക്ക് ഇഷ്ടമാണല്ലോ. വർക്കിന്റെ ഭാഗമായിട്ട് ഒരു റൂം എടുത്തിട്ടാണ് നിൽക്കുന്നത്. ആ ചിന്തു ഫസ്റ്റ് വന്ന സമയത്ത് ഫുൾ ബാത്റൂമിൽ പോയിട്ട് കാര്യങ്ങൾ സാധിക്കുമായിരുന്നുള്ളൂ. അത് ഫസ്റ്റ് ഒന്ന് നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാ. ഇപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ ബാത്റൂമിൽ ഒഴിക്കാറുണ്ടല്ലോ അല്ലേ? ബാത്റൂം പോയിട്ട് മൂത്രമൊഴിക്കുന്നു, കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര അടിപൊളി ടോയ്ലറ്റ് ട്രെയിൻഡ് ഡോഗ് ആണെന്നൊക്കെ വിചാരിച്ചു. അത് നിന്റെ തെറ്റ്. എന്നോടാണ് അങ്ങനെ വിചാരിക്കാൻ പറഞ്ഞത്. ഇടയ്ക്ക് എനിക്ക് ബാത്റൂം പോകണോ, ഇടയ്ക്ക് എനിക്ക് നിന്റെ റൂമിൽ വെക്കണം. എൻ്റെ ഒരു വേസ്റ്റ് സമയം ഞാനിപ്പോൾ ഒന്ന് ചൂടായിട്ട് സംസാരിക്കുമോ അല്ലെങ്കിൽ ഞാനിപ്പോൾ വിഷമായിട്ട് ഇരിക്കുമോ എന്നാൽ ചിന്തുവിനകത്ത് മനസ്സിലാവുന്നതാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും. ചിന്തു നല്ല മനസ്സിലാവുമല്ലോ. മല്ലുവിന്റെ വിഷമം സങ്കടം എല്ലാം ഞാൻ മനസ്സിലാക്കും. കാരണം മല്ലുവിനെ ഞാൻ അത്രയും സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ മല്ലു? കാരണം അത്രയ്ക്കും ഞാൻ ഭയങ്കര അഡിക്റ്റഡ് ആണ് ചിന്തുവിൻ്റെ കാര്യത്തിൽ. കാരണം അവൾ എൻ്റെ അടുത്ത് അങ്ങനെയാണ്. അതായത് അവൾ എന്നെ കണ്ടില്ലെങ്കിൽ ഫുഡ് കഴിക്കില്ല. ഭയങ്കര പ്രശ്നമാണ് ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ. അതെ, കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. മല്ലുവിനും അങ്ങനെയാണെന്ന് എനിക്കറിയാം. അതെന്താന്ന് എനിക്ക് അറിയില്ല. മൊയിലൂന്ന് കണ്ടില്ല എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നില്ല. എനിക്ക് മൊയിലു തന്നെ തരണം, എങ്കിലും ഞാൻ കഴിക്കും. ഇത്ര ഒരു ഓണേഴ്സിനോട് അഡിക്ഷൻ ഉള്ളൊരു ഡോഗിനെ ഞാൻ ആദ്യമായിട്ടാണ് വളർത്തുന്നത്. അതായത് എൻ്റെ ഒരു ലക്കി ചാമ്പാണ് ചിണ്ടു. എൻ്റെ ലൈഫിലേക്ക് വന്ന ഒരു ഏഞ്ചലാണ് ചിണ്ടു. എൻ്റെ ലൈഫിലേക്ക് വന്ന ലക്കി ചാമ്പാണ് നിങ്ങൾ രണ്ടാളും. എൻ്റെ കള്ളത്താടിയും എൻ്റെ മൊയിലും. എന്തോ ഇന്ന് രാവിലെ മുതൽ ഒരു ഭയങ്കര ഫീലിങ്സ്. ഇന്ന് ബർത്ത്ഡേ, നമ്മുടെ സ്വന്തം കുട്ടീൻ്റെ ഒരു ബർത്ത്ഡേ ഉള്ള പോലെ ഒരു ശരിക്കും ഞാൻ അവളുടെ ഒരു അമ്മയാണ്. അതെനിക്കറിയാം. അവൾക്ക് എങ്ങോട്ടും അങ്ങനെയാണ്. എൻ്റെ ഒരു ഫസ്റ്റ് ചൈൽഡാണ് എൻ്റെ ചിണ്ടു. വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും ചിണ്ടുവിൻ്റെ ആ ഒരു കളി ചിരിയൊക്കെ. അപ്പൊ ചിണ്ടു ഭയങ്കര എന്റെ എല്ലാമാണ് ചിണ്ടു. എല്ലാ സമയത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ചിണ്ടുവാണ്. താങ്ക് യു. അപ്പം ഈ ഡോഗിനെ വളർത്താത്തവർക്ക് ഈ ഒരു ഫീലിങ്സ് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വളർത്തുന്നവർക്ക് മനസ്സിലാവും. അല്ല, ചിണ്ടു എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ് സീരിയസ്ലി. അപ്പൊ ചിണ്ടുവിന് എന്താ മൊയിലൂനോട് പറയാനുള്ളത്? മൊയിലു പറഞ്ഞില്ലേ ഞാൻ മൊയിലൂനെ ചൂസ് ചെയ്തതാണ്. ഒരു സോള് മറ്റൊരു സോളിനെ തിരിച്ചറിയുന്ന മൊയിലുന്റെ സോൾ എന്നെ വിളിച്ചു. ഞാൻ വന്നു. എന്നെ ഇഷ്ടമല്ലാന്ന് പലരും പറഞ്ഞിട്ടും മൊയിലു എന്റെ കൈവിടാതെ കൂട്ടുപിടിച്ചില്ലേ, എന്നെ സ്നേഹിച്ചില്ലേ. അതൊക്കെ ഞാൻ എങ്ങനെ കാണാണ്ടിരിക്കുവോ? അതുപോലെ തന്നെ എൻ്റെ മൊയിലുന്റെ എല്ലാ സങ്കടങ്ങളും എനിക്കറിയാം. മൊയിലുന്റെ വിഷമങ്ങളും ഒക്കെ ആരൊക്കെ കണ്ടില്ലെങ്കിലും ഞാനതൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ എൻ്റെ മൊയിലുമാണ് എൻ്റെ എല്ലാം. എൻ്റെ മൊയിലുവിനെ വിട്ട് ഞാൻ ഒരിക്കലും പോകില്ല. ആരൊക്കെ എൻ്റെ മൊയിലുവിനെ വിട്ടു പോയാലും വേണ്ട, ആരൊക്കെ എൻ്റെ മൊയിലു എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മൊയിലുവിനെ വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല, ഒരിക്കലും. പിന്നെ ഞങ്ങളെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം. എന്നെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടെന്നും അറിയാം. അവരോടൊക്കെ ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. എല്ലാവരോടും സ്നേഹം മാത്രം. എനിക്കതല്ലേ അറിയുള്ളൂ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം.